അവർ അള്ളാന്റെ മുന്നിൽ അടിയറവ് പറയുകയാ, രാജാവിന്റെ മുന്നിൽ അടിയറവ് പറഞ്ഞില്ല, അള്ളാഹുലേക്ക് തിരിയുകയാണ്. വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയില്ലേ, ഇത് അവൽ ഫിത്യതു ഇലൽ കഹ്ഫ്, കുറെ ചെറുപ്പക്കാരതാ അള്ളാഹുൽ അഭയം പ്രാപിച്ചുകൊണ്ട് ഗുഹയ്ക്കുള്ളിലേക്ക് പ്രവേശിക്കുകയാ. അവർ അഭയം പ്രാപിച്ചത് അള്ളാഹുലേക്കാ. രാഷ്ട്രീയ മേലാളന്മാരുടെ ഭയപ്പെടുത്തലിന്റെ മുന്നിൽ അവരുടെ ആദർശത്തെ അവർ പണയം വെച്ചില്ല. തങ്ങളെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കുന്ന വർഗീയ കങ്കാണിമാരുടെ മുന്നിൽ അവർ മുട്ടുമടക്കിയില്ല. അള്ളാഹുവിന് വേണ്ടി ജീവിതം സമർപ്പിക്കുകയാ. എന്നിട്ട് അവർ ദുആ ചെയ്തില്ലേ, റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മ വഹയ്യ ലനാ മിൻ അംരിനാ റശദാ. പടച്ച തമ്പുരാനെ, നിന്നെ വിശ്വസിച്ചുകൊണ്ട്, നിന്നിൽ മാത്രം വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഇതാ ഞങ്ങളിതാ പുറപ്പെട്ടു നാഥാ. ദുഃഖനായുസിനെ ഞങ്ങൾക്ക് പേടിയില്ല അല്ലാ, അവന്റെ പടയാളികളെ ഞങ്ങൾക്ക് പേടിയില്ല അല്ലാ, അവരുടെ കയ്യിലിരിക്കുന്ന മൂർച്ചയേറിയ ഈർച്ചവാളിനെ പേടിയില്ല അല്ലാ. ഞങ്ങളുടെ അഭയം നീയാണ് തമ്പുരാനെ, നീയല്ലാതെ ഞങ്ങൾക്കൊരു അഭയസ്ഥാനമില്ല അല്ലാ. എന്നിട്ടോ അള്ളാന്റെ മുന്നിലും മുട്ടുമടക്കിക്കൊണ്ട് ദുആ ചെയ്തില്ലേ, റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മ. പടച്ച തമ്പുരാനെ, നിനക്കിഷ്ടപ്പെട്ട ഒരു ജീവിതത്തിന് വേണ്ടി ഞങ്ങളിതാ വീട് വിട്ടു വന്നിരിക്കുന്നു നാഥാ. അതുകൊണ്ട് നിന്റെ കരുണയുടെ കവാടങ്ങളെ തുറന്നു തരണേ അല്ലാ. വഹയ്യ ലനാ മിൻ അംരിനാ റശദാ. ഞങ്ങൾക്ക് നീ സന്മാർഗം കാണിച്ചു തരണേ അല്ലാ. അല്ലാഹുവിലുള്ള ഉറച്ച വിശ്വാസമാ, അല്ലാഹു അല്ലാത്തവരിൽ വിശ്വാസമില്ല. അതെത്ര വലിയ നേതാവെന്ന് പറഞ്ഞാലും, എത്ര വലിയ ആത്മീയ ആചാര്യന്മാരെന്ന് പറഞ്ഞാലും, എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സമുദായമേ, എൻ ശിഷ്യ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിനക്കാദ്യമായി ഉണ്ടാകേണ്ടത് അല്ലാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസമാ. അസ്ഹാബുൽ കൗഫിനെ പറ്റി അല്ലാഹു പറഞ്ഞില്ലേ, ഇത് ഖാമു ഫഖാലു, എഴുന്നേറ്റ് നിന്നുകൊണ്ട് സ്ഥൈര്യത്തോടുകൂടി അവര് പറഞ്ഞില്ലേ, റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർദ്. ഏതൊരു രക്ഷിതാവിനെ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, ഏതൊരു രക്ഷിതാവിന് ഇഷ്ടപ്പെട്ട ആദർശത്തിന് വേണ്ടി ഞങ്ങൾ ജീവിതം കൊടുത്തിരിക്കുന്നു, അത് സാധാരണ രക്ഷിതാവല്ല, അത് സാധാരണ രക്ഷിതാവല്ല. പിന്നെയോ റബ്ബുസ് സമാവാതി വൽ അർദ്, അത് ആകാശ ഭൂമികളുടെ രക്ഷിതാവാണ്, അത് സൂര്യചന്ദ്രന്മാരുടെ രക്ഷിതാവാണ്, അത് നക്ഷത്രങ്ങൾ ഗോളങ്ങളുടെ രക്ഷിതാവാണ്, അത് ദുഃഖനായുസിന്റെ രക്ഷിതാവാണ്, ലോകത്തെ മുഴുവൻ പടച്ചു പരിപാലിക്കുന്ന രക്ഷിതാവാണ്. ലന്നദഉ മിൻ ദൂനിഹി ഇലാഹാ. ഞങ്ങൾക്ക് വിളിച്ച് സഹായം ചോദിക്കാൻ അവനല്ലാതെ ഒരു രക്ഷിതാവില്ല. അവനെയല്ലാതെ മറ്റാരോടെങ്കിലും ഞങ്ങൾ ആദർശത്തെ പണയം വെച്ചാൽ, ആരെങ്കിലും ഭയപ്പെട്ടുകൊണ്ട് ഞങ്ങളുടെ ആദർശങ്ങളെ വേറെ ആർക്കെങ്കിലും ഞങ്ങൾ പണയം വെച്ചാൽ, ലഖദ് ഖുൽനാ ഇദൻ ശതതാ. ഞങ്ങളാ ചെയ്തത് അക്രമമാണ്, ഞങ്ങളാ പറഞ്ഞത് അക്രമമാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിന്റെ ഹൃദയാന്തരങ്ങളിലേക്ക് ഈ ഒരു വിശ്വാസം ഉണ്ടാകട്ടെ പൊന്നുമോനെ. അഭിമാനത്തോടുകൂടി, സ്ഥൈര്യത്തോടുകൂടി നിന്നെ അടക്കി വാഴാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയ കങ്കാണിമാരുടെ മുന്നിൽ എഴുന്നേറ്റുകൊണ്ട് നിന്ന് നെഞ്ചു വിരിച്ചു പറയടാ പൊന്നുമോനെ, റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർദ്. ഏതൊരു റബ്ബിനെന്റെ ജീവിതം ഞാൻ സമർപ്പിച്ചു, ഏതൊരു റബ്ബ് പഠിപ്പിച്ച പോലെ അവകാശങ്ങൾക്ക് വേണ്ടി ഞാൻ നിലനിൽക്കുന്നു, ആ രക്ഷിതാവ് റബ്ബുസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ രക്ഷിതാവാ. ആകാശത്തെന്ത് പ്രശ്നമുണ്ടായാലും, ഭൂമിയിൽ എന്ത് പ്രശ്നമുണ്ടായാലും അതിനെ ഇടപെട്ടുകൊണ്ട് സഹായങ്ങൾ നൽകാൻ ഏറ്റവും കൂടുതൽ സഹായത്തിന് സമീപസ്ഥനായ രക്ഷിതാവാ. അവനാണ് എന്റെ രക്ഷിതാവെന്ന് ഉറച്ച ബോധം നിന്റെ ഹൃദയത്തിൽ ഉണ്ടായാൽ പൊന്നുമോനെ, നീ പിന്നാരെയും ഭയപ്പെടൂല. ഈ ഒരു വിശ്വാസം മുസ്ലിം സമുദായത്തിലെ ചെറുപ്പക്കാർക്കുണ്ടായാൽ പിന്നെ ആരെയാ ഭയപ്പെടുന്നത്? പിന്നെ ആരെ പേടിക്കാനാ?
അല്പം മുമ്പ് മഹാന നമ്മുടെ ഉസ്താദ് അവർകൾ പറഞ്ഞതുപോലെ അല്ലാഹുവിന്റെ റസൂലിന് ആ വിശ്വാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ ധൈര്യമുള്ള വ്യക്തിയായിരുന്നു. മുസ്ലിം സമുദായത്തിന് ആ ധൈര്യമില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ പേര് പറഞ്ഞ് കുറെ റിബണും കെട്ടി തുള്ളിച്ചാടാനല്ലാതെ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ആശയത്തിലും ആദർശത്തിലും ഉറച്ചു നിന്നുകൊണ്ട് ലോകത്തിന്റെ മുന്നിൽ ധൈര്യസമേതം എഴുന്നേറ്റ് നിൽക്കാൻ മുസ്ലിം സമുദായത്തിലെ ചെറുപ്പക്കാർക്ക് ധൈര്യമില്ലാതെ പോയി.